കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിൽ DNA പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ബാക്കിയുള്ള അന്വേഷണം കോട്ടയം ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കി. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിൽ പ്രതി സെബാസ്റ്റ്യന്റെ വസതിയിൽ കണ്ട രക്തക്കറ അത് ജൈനമ്മയുടേതാണ് എന്നത് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചതാണ്. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി എന്നതാണോ അറിയാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിച്ചിരുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി ലഭിക്കാനുള്ളത് DNA പരിശോധനാ ഫലം മാത്രമാണ്. ഈ ബ്ലഡ് സാമ്പിളിന്റെ DNA പരിശോധനാ ഫലം വന്നതോടുകൂടി ഏകദേശം ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമാണ്. ആ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ രണ്ട് തവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലും സെബാസ്റ്റ്യൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല, തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല. എന്നാൽ അവസാന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുണ്ട്, ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ തെളിവെടുപ്പുകളെല്ലാം നടന്നത്. അങ്ങനെ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതും മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതും എല്ലാം തന്നെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ DNA പരിശോധനാ ഫലമാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ കേസ് ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അന്വേഷണം ഏകദേശം അവസാനിപ്പിച്ച രീതിയിലാണ്. ഇനി തുടർ നടപടികൾ ഈ DNA പരിശോധനാ ഫലം വന്നതിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അനുജ, 2024 ജൈനമ്മയെ കാണാതായത്. ജൈനമ്മ ആ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. DNA പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.